വെൽക്കം ടു എജുഫിക്സ് അക്കാഡമി. ഇന്ന് നമ്മൾ പുതിയൊരു പേപ്പറാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. BCOE 142 പ്രോബ്ലം പേപ്പറാണ്. ആ ഒരു പേപ്പറാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇതൊരു അക്കൗണ്ടിങ്ങിന്റെ പേപ്പർ ആയിട്ടാണ് വരുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് അക്കൗണ്ടിങ്ങിന്റെ പേപ്പേഴ്സിനെ കുറിച്ചിട്ട് പഠിച്ചു. 2-3 സെമസ്റ്റർ ഈ ഒരു ഇയറിലായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പഠിച്ചു, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചൊക്കെ പഠിച്ചു. അപ്പൊ അതുപോലെയുള്ള മറ്റൊരു പേപ്പറാണ് അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നുള്ളതാണ് നമ്മുടെ പേപ്പറിന്റെ നെയിം എന്ന് പറയുന്നത്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ പോലെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ പോലെയും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിനൊക്കെ പോലെയുള്ള മറ്റൊരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം 5 ബ്ലോക്കുകളാണ് ഈ ഒരു പേപ്പറിൽ ഉള്ളത്. 5 ബ്ലോക്കുകളിലായിട്ട് 19 യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ബ്ലോക്കിൽ 4 യൂണിറ്റ് ആണുള്ളത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ കൊടുക്കും. രണ്ടാമത്തെ യൂണിറ്റില് കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും കോസ്റ്റ് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും എന്നതിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ദെൻ യൂണിറ്റ് 3 അണ്ടർസ്റ്റാൻഡിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ആണ് നമ്മുടെ യൂണിറ്റ് 3 വരുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇതെല്ലാം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലൂടെ കുറച്ച് ആഡ് ഓൺ ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടി നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് ആണ് യൂണിറ്റ് 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് പഠിക്കുന്നത്. ദെൻ യൂണിറ്റ് 4 ടെക്നിക്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സുകളും നോക്കുന്നുണ്ട്. ഇങ്ങനെ 4 യൂണിറ്റ് ആണ് ബ്ലോക്ക് 1 രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ ബജറ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോളിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ബജറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ വ്യൂ യൂണിറ്റ് 5 നമ്മൾ കൊടുക്കും. യൂണിറ്റ് 6 പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്, ദെൻ യൂണിറ്റ് 7 അപ്രോച്ചസ് ടു ബഡ്ജറ്റിംഗ്, യൂണിറ്റ് 8 ബഡ്ജറ്ററി കൺട്രോൾ. ഇങ്ങനെ ബ്ലോക്ക് 2 4 യൂണിറ്റുകളാണ് ഉള്ളത്. ഇനി ബ്ലോക്ക് 3 സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് 2 വരെ ഏകദേശം നമുക്ക് അറിയുന്ന കുറച്ച് ടേംസ് ഉണ്ട്. അതുപോലെ തന്നെ തിയറി പോർഷൻസ് ഒരുപാട് വരുന്നുണ്ട്. ദെൻ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ബ്ലോക്ക് 2 വരെ ഉള്ളത്. ഇനി കുറച്ചും കൂടി പോകുമ്പോൾ നമ്മൾ യൂണിറ്റ് 3 ബ്ലോക്ക് 3 പോകുമ്പോൾ കുറച്ചധികം എഫേർട്ട് എടുത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മെറ്റീരിയൽ വേരിയൻസ്, ലേബർ വേരിയൻസ്, ഓവർഹെഡ് വേരിയൻസ്. ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് 3 പഠിക്കുന്നത് 4 യൂണിറ്റുകളിലായിട്ട്. ദെൻ ബ്ലോക്ക് 4 മാനേജീരിയൽ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റിങ്ങിനെയും കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. 2 യൂണിറ്റ് ആണ് ബ്ലോക്ക് 4 ഉള്ളത്. ഇനി ബ്ലോക്ക് 5 ആണ് നമ്മളുടെ അവസാനത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് പർപ്പസിലാണ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലോക്ക് 5 നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് 15 റെലവെന്റ് കോസ്റ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് പഠിക്കും. യൂണിറ്റ് 16 പ്രൈസിംഗ് ഡിസിഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കും. ദെൻ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ് യൂണിറ്റ് 17 നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 18 ഫോർ കണ്ടംപററി ഇഷ്യൂസ് ഇൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന കണ്ടംപററി ഇഷ്യൂസ് ആണ്. യൂണിറ്റ് 19 അതിന്റെ തന്നെ ഒരു കണ്ടിന്യൂഡ് വേർഷൻ ആണ് യൂണിറ്റ് 19 വരുന്നത്. അപ്പോൾ ബ്ലോക്ക് 5 കുറച്ചധികം നമുക്ക് തിയറി പോർഷൻസ് വരുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിലും കണ്ടംപററി ഇഷ്യൂസിലൊക്കെ തിയറി പോർഷൻസ് വരുന്നുണ്ട്. ഈ ഒരു പേപ്പറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയും. പക്ഷെ കുറച്ചധികം എഫേർട്ട് എടുത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പേപ്പറിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ബ്ലോക്ക് 3 ബ്ലോക്ക് 4 ആണ്. ബ്ലോക്ക് 3 വരുന്ന ഡിഫറെന്റ് വേരിയൻസസ് നമ്മൾ അനലൈസ് ചെയ്യുന്നതും ദെൻ ബ്ലോക്ക് 4 വരുന്ന കോസ്റ്റ് പ്രോഫിറ്റ് വോളിയം അനാലിസിസ് ഒക്കെയാണ്. അപ്പൊ അതിന് പ്രത്യേകമായിട്ടുള്ള നമുക്ക് ഇക്വേഷൻസും ഫോർമുലയൊക്കെ ഉണ്ടാവും. ആ ഫോർമുല പഠിച്ച ഇക്വേഷൻസ് ഒക്കെ കാണാതെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ക്വസ്റ്റ്യനിലോട്ട് അപ്ലൈ ചെയ്താലായിട്ട് മതി. അപ്പൊ ഇതാണ് നമ്മുടെ പേപ്പറിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെയും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിനെയൊക്കെ പോലെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക്
പതിയെ നമ്മുടെ യൂണിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത് നമ്മൾ പറഞ്ഞു 4 യൂണിറ്റ് ആണ് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബ്ലോക്ക്. ഫസ്റ്റ് ബ്ലോക്ക് ആണ്. കുറച്ച് തിയറി, കുറച്ച് പ്രോബ്ലം ആണ് ഇതിൽ വരുന്നത്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു തിയറി ഏരിയ ആണ്. അപ്പൊ യൂണിറ്റ് 1 നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. യൂണിറ്റ് 1 എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. നമ്മുടെ പേപ്പർ എന്താന്നുള്ളത് നമുക്ക് അറിയണം. ഇപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താന്നുള്ളത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലായില്ലേ? അതുപോലെ എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അതിലോട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം മെയിൻ ആയിട്ടും നമ്മൾ എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മീനിങ്, എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്, അതുപോലെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ നേച്ചർ, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ്, അതുപോലെ മറ്റൊരു അക്കൗണ്ടിങ് നമ്മൾ പഠിച്ചത് കോസ്റ്റ് അക്കൗണ്ടിങ് പഠിച്ചിട്ട്. അപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് പഠിക്കുന്നുണ്ട്. ദെൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ടെക്നിക്സ്, ദെൻ റോൾ ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ റോൾ എന്തൊക്കെയാണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്. അപ്പൊ കംപ്ലീറ്റ്ലി ഒരു തിയറി ഏരിയ ആണ്. മോസ്റ്റ് കോമൺലി നമുക്ക് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. കാരണം നമ്മുടെ പേപ്പറിലോട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ തിയറി ഏരിയ ആണെന്ന് വിചാരിച്ചിട്ട് ആരും സ്കിപ്പ് ചെയ്ത് പോരുത്. നമ്മളിപ്പോ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എല്ലാം നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഇതിന്റെ ഇൻട്രൊഡക്ഷനും മീനിങ്ങും ഒക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. മീനിങ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മീനിങ്ങും ഡെഫിനിഷനും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫേമസ് ആയിട്ട് ഒരുപാട് പേര് ഈ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ട് നോക്കാം. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷനിലോട്ട് പോകുന്നതിന് മുമ്പ് സിമ്പിൾ ആയിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, ദീസ് ആർ ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിച്ച് ഹെൽപ്സ് ദ മാനേജർ ടു ടേക്ക് ഡിസിഷൻ. അതായത് മാനേജേഴ്സിനെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ചില അക്കൗണ്ടിങ് ഇൻഫർമേഷനെയാണ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലൂടെ കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ശരിക്കും സിമ്പിൾ ആയിട്ട് നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് കഴിയുന്നത്, അല്ലെങ്കിൽ മീനിങ് കൊടുക്കാൻ കഴിയുക. അതായത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് എ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ വിച്ച് ഈസ് ഹെൽപ്ഫുൾ ടു മാനേജേഴ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ കമ്പനിക്കകത്ത് വരുന്ന മാനേജേഴ്സിന് ഏതെങ്കിലും കാര്യത്തിൽ ഒരു ഡിസിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ സഹായിക്കുന്ന ചില അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ മാനേജിങ്, അവിടെ ആ ഒരു ടേമിൽ തന്നെ ഉണ്ട്. ദീസ് ആർ ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിച്ച് ആർ ഗിവൺ ടു മാനേജേഴ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ മാനേജേഴ്സിന് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. അതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മീനിങ് എന്ന് പറയുന്നത്. ഇനി ഒരുപാട് പേര് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് USA ഈ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് അക്കൗണ്ടൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ CIMA ലണ്ടൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വേരിയസ് ആയിട്ടുള്ള അതോറിറ്റീസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കണം. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 1-2 ഇതിൽ 4 ഡെഫിനിഷൻസോളം ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു 1-2 ഡെഫിനിഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ ആണ് അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ എങ്ങനെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടില്ലേ എന്നുള്ളതാണ് നോക്കുന്നത്. ദ അപ്ലിക്കേഷൻ ഓഫ് appropriate techniques and concept in processing historical and projected economic data of an entity to assist management in establishing plan for reasonable economic objectives and in making of rational decision with a view towards these objectives. അപ്പോൾ ഇതാണ് ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷന്റെ ആണ്.
അമേരിക്കൻ അക്കൗണ്ടിംഗ് അസോസിയേഷൻ ഈ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഇതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സുകൾ ഉണ്ടായിരിക്കും, കോൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കും. അതായത് ഹിസ്റ്ററിക്കൽ ഡാറ്റേനൊക്കെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് എക്കോണമിക് ഡാറ്റേനൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളമുള്ള കുറച്ച് ടെക്നിക്കുകളും കോൺസെപ്റ്റുകളും ഇതിലുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ മാനേജേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് റീസണബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ, എക്കോണമിക് ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ റാഷണൽ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മുടെ മാനേജ്മെന്റിനെ അസിസ്റ്റ് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന കുറച്ചധികം ടെക്നിക്കുകളും കോൺസെപ്റ്റുകളും അടങ്ങിയിട്ടുള്ളതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ മീനിങ് പറഞ്ഞതുപോലെ തന്നെ കുറച്ചധികം അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉണ്ടാവും. ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്താണ്? നമ്മുടെ കമ്പനിക്കകത്തുള്ള മാനേജേഴ്സിന്റെ മെയിൻ ഒരു ഡ്യൂട്ടിയാണ് കമ്പനിയെ കുറിച്ചിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക എന്നുള്ളത്. ആ ഡിസിഷൻസ് എടുക്കുക എന്ന് പറയുമ്പോൾ കമ്പനിയുടെ പ്രൈസിങ് പോളിസി, അതുപോലെ തന്നെ അവരുടെ ബജറ്റ് എങ്ങനെയായിരിക്കണം, അങ്ങനെ ഒരുപാട് ഡിസിഷൻസ് എടുക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അത്രയും ഡിസിഷൻസ് എടുക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികളാണ് മാനേജേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മാനേജേഴ്സിന് അവരുടെ കമ്പനിക്കകത്ത് ഒരുപാട് ഫീൽഡുകൾ ഉണ്ടാവും. ആ ഓരോ ഫീൽഡിലും കൺസേൺഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി അവരെ അസിസ്റ്റ് ചെയ്യുന്ന ഹിസ്റ്ററിക്കൽ ആൻഡ് പ്രൊജക്റ്റഡ് ഇൻഫർമേഷൻസും അതുപോലെ അതിന്റെ കുറച്ച് ടെക്നിക്കുകളും കോൺസെപ്റ്റുകളും ഒക്കെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇതാണ് അമേരിക്കൻ അക്കൗണ്ടിംഗ് അസോസിയേഷൻ നമ്മുടെ അക്കൗണ്ടിങ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ദ അപ്ലിക്കേഷൻ ഓഫ് appropriate techniques and concept in processing historical and projected economic data of an entity to assist management in establishing plans for reasonable economic objective and in making of rational decision with a view towards these objectives. കമ്പനീസിന്റെ ഒബ്ജക്റ്റീവ്സ് എല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടി കമ്പനിക്ക് പല സ്ഥലങ്ങളിലും റാഷണൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്തരം കാര്യങ്ങളിലെല്ലാം കമ്പനിയുടെ മാനേജേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്കുകളും കോൺസെപ്റ്റുകളൊക്കെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി വേറൊരു ഡെഫിനേഷൻ കൂടി നോക്കാം, ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ കഴിയും എന്നുള്ളത്. ആസ് പെർ CIMA ലണ്ടൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ എങ്ങനെയാ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് മാനേജ്മെന്റ് കൺസേൺഡ് വിത്ത് ഐഡന്റിഫൈയിങ്, presenting and interpreting information used for creating strategy, planning, controlling activities, decision making, optimizing the use of resources, disclosure to shareholders and other external to the entity, disclosure to employees, safeguarding asset. അപ്പൊ ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഇൻഫർമേഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, അത് പ്രസന്റ് ചെയ്യുന്നുണ്ട്, അത് ഇന്റർപ്രിറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്? ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കമ്പനിക്കകത്തുള്ള ഇൻഫർമേഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, പ്രസന്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നു. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതും ഇന്റർപ്രിറ്റ് ചെയ്യുന്നതും പ്രസന്റ് ചെയ്യുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫർമേഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ കമ്പനിയുടെ സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യാൻ, ഫോർ ക്രിയേറ്റിംഗ് സ്ട്രാറ്റജി, കമ്പനിയുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി, അതുപോലെ തന്നെ കമ്പനിയുടെ ആക്ടിവിറ്റീസിനെ പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട്, അതുപോലെ ഡിസിഷൻ മേക്കിംഗ്, കമ്പനിക്ക് വെറ്റിലായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, ദെൻ കമ്പനിയുടെ റിസോഴ്സസ്, സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ് എല്ലാം എങ്ങനെ നമ്മൾ ഒപ്റ്റിമൽ യൂസ് നടത്തണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ ഷെയർ ഹോൾഡേഴ്സിനും മറ്റ് എക്സ്റ്റേണൽ പാർട്ടീസും, നമ്മുടെ എൻറ്റിറ്റീസിൽ വരുന്ന എക്സ്റ്റേണൽ പാർട്ടീസിനും ഡിസ്ക്ലോഷേഴ്സ്, നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ കമ്പനിയെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, ദെൻ എംപ്ലോയീസിന് ഡിസ്ക്ലോഷേഴ്സ് കൊടുക്കാൻ വേണ്ടി, അസറ്റുകളെ സേഫ് ആക്കാൻ വേണ്ടി. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിലൂടെയാ ചെയ്യുന്നത്? നമുക്ക് കമ്പനിക്ക്
അകത്തുള്ള ഇൻഫർമേഷൻസിനെ ഐഡന്റിഫൈ ചെയ്ത് അത് പ്രസന്റ് ചെയ്ത് ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നടത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നത്. അത്തരം അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഒന്നുകൂടിയും ഇപ്പൊ നമ്മൾ പേപ്പർ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, അപ്പൊ ഒന്നുകൂടിയും ഒന്ന് ക്ലിയർ ആയിട്ട് പറയാം. കമ്പനിക്കകത്ത് വരുന്ന കമ്പനിയുടെ എല്ലാ ഡിസിഷൻസും എടുക്കേണ്ടത് കമ്പനിയുടെ മാനേജേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു കമ്പനി റൺ ചെയ്ത് പോകുമ്പോൾ സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ദ മാനേജേഴ്സ് ടേക്കൺ ദ ഡിസിഷൻ ഇൻ എ ക്രൂഷ്യൽ സിറ്റുവേഷൻ. ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ഒരു മാനേജർ ആ ഒരു ഡിസിഷൻ എങ്ങനെ എടുത്തു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സക്സസും ഫെയിലിയറും ഇരിക്കുന്നത്. ഒരു മാനേജർ എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കമ്പനിയുടെ ഇൻഫർമേഷൻ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു കമ്പനി മാനേജർക്ക് ഡിസിഷൻ എടുക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവർക്ക് വേണ്ടി വരും. അത്തരം ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലൂടെ കുറച്ചധികം അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് മാനേജേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവും. മെയിൻ ആയിട്ടും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഹെൽപ്സ് ഇൻ പ്ലാനിംഗ് ആൻഡ് ഫോർമുലേറ്റിംഗ് മാനേജ്മെന്റ് പോളിസീസ്, interpretation of financial data available, helps in decision making, helps in controlling performance, helps in organizing, helps in reporting, helps in coordination of ഓപ്പറേഷൻ. അപ്പൊ ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സ് 1 by 1 ആയിട്ട് നോക്കാം. അപ്പൊ നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് കുറച്ച് കൂടി ഒന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് ഹെൽപ്സ് ഇൻ പ്ലാനിംഗ് ആൻഡ് ഫോർമുലേറ്റിംഗ് മാനേജ്മെന്റ് പോളിസീസ്. മാനേജ്മെന്റ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിനും പ്ലാൻ ചെയ്യുന്നതിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാനേജ്മെന്റ് പോളിസീസ് പ്ലാൻ ചെയ്യുന്നതിനും അത് നടപ്പാക്കുന്നതിനും വേണ്ടിയിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. അതായത് പ്ലാനിംഗ് ഇൻക്ലൂഡ്സ്, പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഫോർകാസ്റ്റിംഗ്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, creating strategies for achieving them. It helps in preparation of statement on the basis of past performance and data available for future forecast. അതായത് മാനേജ്മെന്റ് പോളിസീസിനെ കുറിച്ചിട്ടുള്ള ഫോർകാസ്റ്റിംഗ്, മാനേജ്മെന്റ് പോളിസീസിനെ കുറിച്ചിട്ടുള്ള ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്യൂച്ചറിൽ എന്ത് വരും എന്നുള്ളത് നമ്മൾ ഇപ്പൊ തന്നെ മുൻകൂട്ടി അതിനെ കാണുന്ന നമ്മുടെ ആ ഒരു കഴിവിനെയാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുക. ഫ്യൂച്ചറിനെ ഇപ്പൊ പ്രസന്റിലാണ് നമ്മൾ ഇരിക്കുന്നത്, പക്ഷെ ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കുക. അപ്പൊ അതാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോർകാസ്റ്റിംഗും പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഫോർകാസ്റ്റിംഗ് വരും, അതുപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത് വരും, അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം വരും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റ് പെർഫോമൻസിനെ അനുസരിച്ചിട്ട് കമ്പനിയുടെ പാസ്റ്റ് പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ബേസ് ചെയ്തിട്ട് ഫോർകാസ്റ്റിംഗ് ചെയ്തിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പൊ ഈ ഹിസ്റ്ററിക്കൽ ഡാറ്റ ഇങ്ങനെയാണ്, അപ്പൊ ഇത്രയാണ് അന്ന് കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്, എക്സ്പെൻസ് ഇങ്ങനെയായിരുന്നു, റവന്യൂ ഇങ്ങനെയായിരുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് ഇങ്ങനെ. അപ്പൊ ഇതിന്റെ ഒരു ഐഡിയ നമുക്കുണ്ട്, പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്കുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഫ്യൂച്ചറിനെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് ഫോർമുലേറ്റിംഗ് മാനേജ്മെന്റ് പോളിസീസ്. മാനേജ്മെന്റ് പോളിസീസ് പ്ലാൻ ചെയ്യാനും അത് ഫോർമുലേറ്റ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവ് ആണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ അവൈലബിൾ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡാറ്റാനെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രസൻസ് ഫിനാൻഷ്യൽ ഡാറ്റ ഇൻ എ സിംപ്ലിഫൈഡ് ഫോമാറ്റ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ ഡാറ്റാസ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോമാറ്റിൽ നമുക്ക് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതായത് ചാർട്ടായിട്ടും ഗ്രാഫായിട്ടും ഡയഗ്രാം ആയിട്ടും എല്ലാം ഓരോ ഐറ്റംസും നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ പെട്ടെന്ന് നമുക്കിത് കൂടുതൽ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ
ഓരോ ഡാറ്റേനെയും നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാൻ സുഖമാണ്. അതായത് ഗ്രാഫിനനുസരിച്ച് ഇപ്പൊ നമുക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് വൈസിലാണ് ഇൻഫർമേഷൻസ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്കത് നോക്കി വായിച്ച് ഓരോ ഐറ്റംസ് മനസ്സിലാക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇതൊരു ഗ്രാഫിക്കൽ പ്രസന്റേഷനിൽ അതുപോലെ തന്നെ ചാർട്ടുകളായിട്ട് ഡയഗ്രാംസ് ആയിട്ടൊക്കെ തരുന്നത് കൊണ്ട് തന്നെ അതിൽ ഓരോ ഫിനാൻഷ്യൽ ഡാറ്റയും എങ്ങനെ വന്നു എങ്ങനെ പോയി എന്നുള്ളതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ നമുക്ക് ഈസിയാണ്. അപ്പൊ അതിന് മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ റേഷ്യോ വൈസിലൊക്കെ നമ്മൾ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഡാറ്റാസിനെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വളരെ ഈസിയാണ്. ദെൻ മൂന്നാമതായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ വൺ ഓഫ് ദി മെയിൻ എയിംസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് ടെക്നിക്സുകൾ ഇതിനു വേണ്ടിയിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് യൂസസ് ദ ഡാറ്റ ഫ്രം കോസ്റ്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവര് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെയും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെയും എല്ലാം ഡാറ്റാസ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് എല്ലാ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അതുപോലെ തന്നെ ഫിനാൻഷ്യലി നമ്മുടെ കപ്പാസിറ്റി എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി ഇതിനകത്ത് നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അകത്ത് നിന്ന് ചെയ്യാൻ കഴിയോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയാം. കാരണം കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെയും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെയും ഇൻഫർമേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അത് നല്ല രീതിയിലുള്ള ഒരു ഡിസിഷൻ ആവും, അല്ലെങ്കിൽ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും നമ്മൾ എടുക്കുക. കാരണം എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തിട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെയും ഒക്കെ ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള സൗണ്ട് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിയും. ഇനി മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻ കൺട്രോളിങ് പെർഫോമൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ കൺട്രോളിങ് ബൈ യൂസിങ് ഡിഫറെന്റ് ടെക്നിക്സ് ലൈക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ. നമ്മുടെ ഈ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ഐറ്റംസ് ആണ് ബജറ്ററി കൺട്രോൾ, അല്ലെങ്കിൽ ബജറ്റ് നമ്മൾ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുക, ഒരു ഗിവൺ എമൗണ്ടിനകത്ത് നിന്ന് എങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ നമ്മൾ ചെയ്യുക, അതിനെയാണ് നമ്മൾ ബജറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ബജറ്ററി കൺട്രോളിനെ കുറിച്ചിട്ടും അതുപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് ഈ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത്തരം ടെക്നിക്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെർഫോമൻസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് കൺട്രോൾസ് ദ കോസ്റ്റ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇൻഡിവിജ്വൽ ബൈ ഡിഫറെന്റ് ടെക്നിക്സ്. ബജറ്ററി കൺട്രോളും സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കോസ്റ്റുകളെ നമുക്ക് പല ടെക്നിക്സുകൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. സോ ഇറ്റ് ഡിഫൈൻസ് ഈച്ച് യൂണിറ്റ് ആസ് റെസ്പോൺസിബിലിറ്റി സെന്റർ ആൻഡ് ദാറ്റ് ഈസ് ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ഡീവിയേഷൻ. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും നമ്മൾ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് ആയിട്ട് യൂണിറ്റുകളായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവരുടെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി യൂണിറ്റിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുക. ദെൻ ഇറ്റ് ഹെൽപ്സ് ദം ടു അണ്ടർസ്റ്റാൻഡ് ദ വീക്ക് ഏരിയാസ് ആൻഡ് ടേക്ക് കറക്റ്റീവ് ആക്ഷൻ ടു ഇംപ്രൂവ് സിറ്റുവേഷൻ. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയും നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് ആയിട്ട് തിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഇടയിൽ ഏതെങ്കിലും ഒരു വീക്ക് ഏരിയ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു വീക്ക് ഏരിയയിൽ കറക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ബജറ്ററി കൺട്രോളും ഒക്കെ ഈ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ കൺട്രോളിങ് പെർഫോമൻസ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പെർഫോമൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെൽപ്സ് ഇൻ ഓർഗനൈസിങ്. അതുപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഓർഗനൈസേഷണൽ ഫ്രെയിം വർക്ക് നമ്മുടെ ഫേമിന് തരുന്നുണ്ട്. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ ഫ്രെയിം വർക്ക് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? മാനേജ്മെന്റ് അക്കൗണ്ട് യൂസസ് ബജറ്റിംഗ് ടെക്നിക്സ് ആൻഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ടു കൺട്രോൾ കോസ്റ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങില് ബജറ്റിംഗ്
ടെക്നിക്സും അതുപോലെ തന്നെ ക്യാപിറ്റൽ എംപ്ലോയിഡും അതുപോലെ കോസ്റ്റ് കൺട്രോളിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ചധികം ടെക്നിക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ആക്ടിവിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഡീസെൻട്രലൈസേഷനോട്ടും റാഷണലൈസേഷനോട്ടും ഒരു ഫേമിനെ എന്ത് ചെയ്യും, നയിക്കും. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് ഓർഗനൈസിംഗിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് ക്ലിയർ ആവും. അപ്പൊ ഇങ്ങനെ മാത്രം മനസ്സിലാക്കുക. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ബജറ്റിംഗ് ടെക്നിക്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മൾ എത്രയാന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും റെസ്പോൺസിബിലിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സുകളൊക്കെ ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സെൻട്രലൈസേഷനിൽ നിന്നും ഡീസെൻട്രലൈസേഷനിലോട്ട് അവരുടെ ആക്ടിവിറ്റീസ് വരും. അങ്ങനെ നമുക്ക് കമ്പനീസിൽ ഒരു ഓർഗനൈസേഷണൽ ഫ്രെയിം വർക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഹെൽപ്സ് ഇൻ റിപ്പോർട്ടിംഗ്. റിപ്പോർട്ടിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇൻഫോംസ് ദ മാനേജ്മെന്റ് അബൌട്ട് ദി കറന്റ് പൊസിഷൻ. എങ്ങനെയാണ് റിപ്പോർട്ടിങ്ങിലൂടെ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ഇൻഫർമേഷൻസ് മാനേജേഴ്സിനെ ശരിക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. അവരെ ഇൻഫോം ചെയ്യാണ് നമ്മുടെ കറന്റ് പൊസിഷൻ എന്താണ്, ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കറന്റ് പൊസിഷൻ എന്താണ്, ഫ്രം ടൈം ടു ടൈം ത്രൂ ടൈംലി റിപ്പോർട്ടിംഗ്. ടൈംലി റിപ്പോർട്ടിങ്ങിന്റെ ബേസിസിൽ ഇവർ ഇത് ശരിക്കും ആക്സസ് ചെയ്യാണ് ഓരോ ഇൻഫർമേഷൻസും. അപ്പൊ അതിന്റെ ബേസിസിൽ എന്താണ് ഇപ്പൊ നമ്മുടെ ഫേമിന്റെ കറന്റ് പൊസിഷൻ, നമ്മളിപ്പോ എങ്ങനെയാണ് നിൽക്കുന്നത് ഫിനാൻഷ്യലി, അതുപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഇൻഫർമേഷൻസ് നമ്മൾ നോക്കും, കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഒക്കെ നോക്കും. അപ്പൊ നമ്മുടെ കറക്റ്റ് പൊസിഷൻ എന്താണ് എന്നുള്ളത് ടൈംലി റിപ്പോർട്ടിംഗ് നമ്മളിവിടെ നടത്തുന്നുണ്ട്. സോ ഇതൊക്കെ മാനേജേഴ്സിന് ഈ ഒരു ടൈംലി റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവരുടെ ഫ്യൂച്ചർ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് ഹെൽപ്സ് ഇൻ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഒബ്ജക്റ്റീവാണ് ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ ഓഫ് ഓപ്പറേഷൻ. ഓപ്പറേഷൻസ് കോർഡിനേറ്റ് ചെയ്യാൻ, കമ്പനിക്കകത്ത് വരുന്ന ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ആൻഡ് കോർഡിനേഷൻ ഓഫ് ദി ഓപ്പറേഷൻ. മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മുടെ കമ്പനിക്കകത്ത് വരുന്ന എല്ലാ ആക്ടിവിറ്റീസിന്റെ പെർഫോമൻസും എങ്ങനെയുണ്ട് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാനും, അതായത് നല്ല രീതിയിൽ ആക്ടിവിറ്റീസ് പോകുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ നിശ്ചയിച്ച സ്റ്റാൻഡേർഡിനകത്ത് വെച്ച് നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ള ഇവാലുവേഷൻസ് നടത്താനും, അതുപോലെ ഓപ്പറേഷൻസിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. അതായത് ഓരോ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, ആ ആക്ടിവിറ്റീസിനെ നല്ല രീതിയിൽ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് പോവാനും മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then it helps management in coordinating activities by preparing functional budget and then coordinating by creating a master budget. ബഡ്ജറ്റിങ്ങിന്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും എങ്ങനെയാണ് ഫങ്ഷണൽ ബഡ്ജറ്റ് വരുന്നത് എന്നുള്ളതും അതുപോലെ മാസ്റ്റർ ബഡ്ജറ്റ് എന്താന്നുള്ളതും. ഇതിന്റെ രണ്ടിന്റെയും ബേസിസിൽ നമ്മുടെ ആക്ടിവിറ്റീസിനെ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാം. അതായത് ഒരു ബഡ്ജറ്റ് നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടെങ്കിൽ, ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡാറ്റേനെ ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷം നമുക്ക് വന്നിട്ടുള്ള ആകെ മൊത്തം ചെലവുകൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് 1 lakh ആണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെയാണ്, മാർക്കറ്റിൽ സാധനങ്ങൾക്കൊന്നും വില കൂടിയിട്ടില്ല, റോ മെറ്റീരിയൽസിന് വിലയൊന്നും കൂടിയിട്ടില്ല. അപ്പൊ 1 lakh വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് അടുത്ത വർഷവും അത് വരാനേ ചാൻസ് ഉള്ളൂ. അപ്പൊ നമ്മള് ഹിസ്റ്ററിക്കൽ ഡാറ്റനെ ബേസ് ചെയ്തിട്ട് ഒരു ബജറ്റ് അവിടെ തയ്യാറാക്കണം. എന്നിട്ട് റോ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും മറ്റു കണക്കുകളും എല്ലാം എഴുതും. അപ്പൊ ഇതാണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് ബജറ്റ് എന്ന് നമ്മൾ കണക്കാക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു എസ്റ്റിമേറ്റഡ് ബജറ്റിനനുസരിച്ച് നമ്മുടെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാം, നമുക്ക് അതിലോട്ട് കോർഡിനേറ്റ് ചെയ്യാം. നമ്മളൊരു ബജറ്റ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ബജറ്റിന് മുകളിൽ നമ്മുടെ എമൗണ്ട് പോയാൽ ആ ബജറ്റ് നമ്മൾ തീരുമാനിച്ചിട്ടത് ഇൻഎഫക്റ്റീവ് ആണ്, നമ്മളെ കൊണ്ട് അത്രയും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഫേമിനെ സംബന്ധിച്ചിടത്തോളം അത് ഫെയിലിയർ ആണ്. അപ്പൊ ആ ഒരു ബജറ്റിന് മുകളിലോട്ട് എമൗണ്ട് പോവാത്ത രീതിയിൽ ആക്ടിവിറ്റീസിനെ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഹെൽപ്പ് നമുക്ക് വേണം. അപ്പൊ ഇത്രയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. helps in planning and formulating management policies, interpretation of financial data available, helps in decision making, helps in controlling performances, helps in organizing, and helps in reporting, helps in coordination of operation.